ഈ സൺഡേ എന്താ പരിപാടി? സൺഡേ ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ജോലിയായിട്ട് വല്ല തിരക്ക് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നിനക്ക് കടല വേണോ? ആ. എന്നാ പിടിക്കും ചേട്ടാ, 2 കടല. പിടിക്കേ, പോവാം. ആ അത് ശരി, ഇതുവരെ പൊടിച്ചില്ലേ? ഇത് രണ്ടും കൂടെ ഞാൻ ഇങ്ങനെ ഇങ്ങതാ. നിനക്ക് എങ്ങനെയാണ് ഈ കടല കൊണ്ടൊക്കെ തൃപ്തിപ്പെടാൻ പറ്റണേ? എന്റെ ഡാഡി പണ്ടേ റിച്ച് ആയോണ്ട് ഞാൻ പീനട്ട് ബട്ടർ മാത്രമേ കഴിക്കാറുള്ളൂ. എന്റെ പൊന്ന് സച്ചി, നിനക്കറിയാലോ, ഞങ്ങൾ 3 പെൺമക്കളാ. കള്ളും കുടിച്ചു വരുന്ന അച്ഛൻ ആകെ വാങ്ങി തന്നിരുന്ന ഒരു ലക്ഷറി സാധനം എന്ന് പറഞ്ഞാൽ ഈ കപ്പലണ്ടിയാ. പിന്നെ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അത് കപ്പലണ്ടി മിഠായിയാവും. അല്ല, നിന്റെ പിറന്നാളായിട്ട് നിനക്കൊന്നും വേണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. ഷേടാ, എന്നാ വാ, നമുക്ക് 2 ഫലൂഡ കഴിക്കാം. തൊണ്ട സീന, തണുപ്പ് പിടിക്കും. എന്നാ പിന്നെന്താ വേണ്ടേന്ന് പറ, എന്നല്ലേക്ക് മേടിച്ചു തരാൻ പറ്റുള്ളൂ. നീങ്ങ വന്നേ, എനിക്കേ നിന്റെ കൂടെ ഇങ്ങനെ അങ്ങ് നടന്നാ മതി. നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നന്നായി ജീവിക്കായിരുന്നു അല്ലേ? ദേ, ബസ് സ്റ്റോപ്പ് എത്താറായി. നമുക്കൊരു ബർത്ത്ഡേ സെൽഫി എടുത്താലോ? അത് ഈ കുട മടക്കട്ടെ. ഇതിൽ മൂവ് ചെയ്യുന്നാൽ മതി. ഓക്കെ, ഈ അങ്ങനെ ആക്കണമല്ലേ? ആ അല്ല, അതങ്ങോട്ട് എത്തിച്ചാൽ മതി. അത് ആ സച്ചി, നിന്നെ HR അന്വേഷിക്കേണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എന്തോ ജോലി സ്ഥിരപ്പെടുത്തുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജോലി സ്ഥിരപ്പെടുത്തുന്ന കാര്യം? ആഹാ, കോളടിച്ചല്ല. എടാ, KNK സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്താ വില? എടാ, സംഭവമൊക്കെ ഓക്കെ, പക്ഷേ ഉള്ളാണെന്ന് പോയി ചോദിച്ചോട്ടെ. എനിവേ, കൺഗ്രാറ്റ്സ്. ഭയങ്കര ട്രീറ്റ് ഉണ്ട് കേട്ടോ, മറക്കണ്ട. നിങ്ങൾക്ക് എന്നും ട്രീറ്റ് അല്ലേ? നമ്മളെല്ലാം അറിയണ്ടട്ടാ. അല്ലേ സെലിനെ? എനിക്കറിയില്ല. എന്റെ പൊന്നോ, എന്തൊരു തുണയാണിത്. നീയല്ലേ പറഞ്ഞ അവരവിടെ കണ്ടു ഇവിടെ കണ്ടെന്നൊക്കെ? കണ്ടുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരി, ഇപ്പൊ അങ്ങനെ. നിക്ക് ആദ്യം നീ അങ്ങോട്ട് പൊക്കോട്ടെ, എന്നിട്ട് നമുക്കെല്ലാം ശരിയാക്കാം. പോയിട്ടോ. അവ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ലഡു വാങ്ങിച്ചു വെച്ചാലോ? കാശെടു, ലഡു വാങ്ങട്ടെ. ഞാനെന്തിനു വാങ്ങിച്ചു തരണം? അവനല്ലേ ഇങ്ങോട്ട് വാങ്ങിച്ചു തരണ്ടേ? ഓ, അത് ഞാൻ തരാം. ഇന്നെങ്കിലും നീ പൈസ ഇറക്കിയല്ല. ഇന്ന് 2 ലഡു തിന്നിട്ട് കാര്യമുള്ളൂ. പിന്നെ ഓറഞ്ച് ലഡു വാങ്ങിച്ചാൽ മതി, അവൻ അതാ ഇഷ്ടം. ഓക്കെ. മേ കമിൻ സാർ? ആ, വാ. ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ച സുക്കർബർഗിനെ സമ്മതിക്കണം. ചിരിച്ച് മനുഷ്യൻ്റെ ഊപ്പാട് കളിക്കി. സാർ, സത്യം പറഞ്ഞാൽ ഇൻസ്റ്റ കണ്ടുപിടിച്ചത് സക്കർബർഗ് അല്ല, അത് കെയിൻ സിസ്റ്റം മൈഗ്രേക്കറോ. പിന്നീട് അത് ആ കമ്പനി സക്കർബർഗ് മേടിച്ചെന്നേ ഉള്ളൂ. തനിക്കല്ല അറിയാല്ലേ? എന്നാൽ പിന്നെ ഈ PSC ഒന്ന് ട്രൈ ചെയ്തൂടെ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നല്ലൊരു സ്റ്റാഫിനെ മിസ് ചെയ്യും. തായിരിക്കും. താങ്ക് യു സാർ. ചായ കുടിച്ചിരുന്നോ? ആ, കുടിച്ചിരുന്നു സാർ. നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും വിശേഷം? കുഴപ്പമില്ല, എല്ലാവർക്കും സുഖം. ആ, പിന്നെ സച്ചിനെ. ആ സാർ. ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ച് നോക്കിയ പിന്നെ മൊത്തം പെൺപിള്ളേരാ, അതോ കുറച്ച് തുണി കൊടുത്ത ഫോട്ടോസും വീഡിയോസും? ആ, ഭാര്യ ഇന്നലെ പൊക്കി. മനസ്സിലായില്ല? ഇല്ല.
പുറത്ത് നിന്ന് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒന്ന് ഓഫാക്കിത്ത. ഇതിപ്പോൾ അത്ര വലിയ സീനൊന്നുമില്ല. ഇതിന് സെൻസിറ്റീവ് കണ്ടന്റ് ഓഫ് ചെയ്താൽ മതി. അത് ഓഫാക്കിയാൽ പിന്നെ വരില്ല. അയ്യോ, പിന്നെ വരില്ലേ? ഇല്ല. അല്ല, എന്നാലും എന്താ ഇതിനകത്ത് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ വരാൻ കാരണം? അത് പിന്നെ ഇത് മാത്രം കാണുകൊണ്ടായിരിക്കും. ആ, അത് ഓഫ് ചെയ്തേരെ. ഓഫ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതെങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടതെന്ന് പിന്നെ ഒന്ന് പറഞ്ഞു തരണേ. ആ, പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകും? ആ സാർ, നന്നായി പോകുന്നു. ഇപ്പോൾ സച്ചിൻ ഇപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പം 29 കഴിഞ്ഞു സാർ. ഓ, അപ്പോൾ സെറ്റിലാവാനുള്ള പ്രായമൊക്കെ ആയി. ഒരു കൊച്ചു കല്യാണമൊക്കെ ഒന്ന് കഴിക്കണ്ടേ? വേണം. ഓ, ആരെയോ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ആ, അത് വിട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഷുവർ സാർ. ഇപ്പോൾ തനിക്കൊരു കല്യാണമൊക്കെ വരുമ്പോൾ തന്നെ കുറിച്ച് ആദ്യമായിട്ട് അന്വേഷിക്കുന്നത് എവിടെയായിരിക്കും? അത് പിന്നെ അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? ആ, താൻ പറ. അതിപ്പം മോസ്റ്റ്ലി നാട്ടിലൊക്കെ. നാട്ടിലും അടുത്ത കവല അങ്ങനെയൊക്കെയല്ലേ അല്ലേ? ആ അതെ. അപ്പോൾ എന്തു പറയും? അവനിവിടെ KNK ഇൻ്റർനാഷണലിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, സ്ഥിര ജോലി, സ്ഥിര വരുമാനം, അങ്ങനെയൊക്കെയല്ലേ? അതിപ്പം സ്ഥിരമായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ. ഇവിടെ വരുന്നതിന് മുമ്പ് സച്ചിൻ എവിടെയായിരുന്നു? ഞാൻ ഈ ചെറിയ വയറിംഗ് പണിക്കൊക്കെ പോകുമായിരുന്നു. ആ സമയത്താണ് കല്യാണം വരുന്നതെങ്കിലോ? വയറിങ് പണിക്ക് വരുന്ന ഒരുത്തൻ, അങ്ങനെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് നിനക്ക് പറ്റിയ പണി ഇത് തന്നെ. പിന്നെ നമ്മുടെ കമ്പനി നിനക്ക് സാലറി കൂട്ടിത്തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 വർഷമായില്ലേ താനിവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട്? താങ്ക് യു സാർ. നിനക്ക് ഞങ്ങൾ 1000 രൂപ കൂട്ടിത്തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സന്തോഷമായില്ലേ? എന്താ സാർ 1000 രൂപയോ? സാർ, ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ സാലറി 10,000 രൂപയായിരുന്നു. ഇപ്പോൾ 2 വർഷമായി. വന്ന സമയത്ത് 6 മാസം കഴിഞ്ഞിട്ട് 14,500 രൂപ ആക്കി തരാമെന്നാണ് പറഞ്ഞേ. എന്നിട്ട് 1 രൂപയിലും കൂട്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം 1000 രൂപയോ? സാറിനൊരു കാര്യം അറിയോ? ഈ എറണാകുളത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണമെന്ന്? പിന്നെ PF ബാക്കി കട്ടിങ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എത്ര വരണേന്ന് സാറിന് അറിയോ? അതിപ്പോൾ നോക്കേണ്ടി വരും. ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോകണം സാറേ. അപ്പോൾ ഞാൻ പറഞ്ഞത് തനിക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലാവാനും പോകണില്ല. ഞാൻ എന്തിനാ എഞ്ചിനീയറിംഗ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാശിലാഞ്ഞിട്ട് ഈ കമ്പനിയിൽ എന്തിനാ ജോലിക്കാരെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റെപ്യൂട്ടേഷൻ. ജസ്റ്റ് ഹെൽപ്പ് വിത്ത് ദ റെപ്യൂട്ടേഷൻ. ആണോ? എന്നിട്ട് സാർ നേരത്തെ പറഞ്ഞില്ലേ ആ വയറിംഗ് പണി, അതിന് പോയൊരു ദിവസം 1000 രൂപ വെച്ച് കിട്ടും. പിന്നെ കല്യാണം, അതുപോലെ ആ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ലാന്നൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. അതൊക്കെ നീ ഇപ്പോൾ പറയും. ഇല്ല സാറേ, സത്യം പറഞ്ഞാൽ മടുത്തു. സാലറി ഇന്ന് കൂടും നാളെ കൂടുന്നു കരുതി കടം കൊടുക്കാനുള്ള അടുത്ത് അവധി പറഞ്ഞാൽ മടുത്തു. സാറിനൊരു കാര്യം അറിയോ? ഞങ്ങളുടെ കുടുംബത്തിലൊരു അസുഖം വന്നാൽ താളം തെറ്റുന്ന കുടുംബം വെച്ചിട്ടാണ് സാർ ഞങ്ങളുടെ ഈ ടെൻഷനും പ്രശ്നം വേറെ. ഞാൻ വല്ല വയറിംഗ് പണിക്ക് ചുമരുത്തി വിളിക്കാനോ പൊക്കോളാം. അതാകുമ്പോൾ ഈ ടെൻഷനും പ്രഷറൊന്നുമില്ലല്ലോ. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നൊരു പെണ്ണുണ്ട് അവിടെ. അവളെന്നെ പ്രേമിച്ചത് ഈ ജോലി ഉണ്ടോന്നല്ല, ഞാൻ അവളെ തന്നെ കെട്ടിക്കോളാം. എടോ, താൻ തൻ്റെ ജീവിതം കളയാണ്. 2 കൊല്ലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തില്ലേ? അന്ന് കളഞ്ഞ ജീവിതം അത് തിരിച്ചു പിടിക്കാൻ പറ്റി ഞാൻ നോക്കട്ടെ. ഓക്കെ, ആസ് യു വിഷ്. എടാ, മറ്റൊന്ന് ഓണാക്കാൻ പറഞ്ഞു എന്നിട്ട് ഓടാ. എന്താടാ? ഞാൻ നിർത്തിയിട്ട് ഇവിടുത്തെ പണി. ആയിരം രൂപ, വെറും 1000 രൂപ കൂട്ടിത്തരാന്ന് പറഞ്ഞേ. ഞാൻ 2 വർഷം ജോലി ചെയ്തതിൻ്റെ കൂലി. എടാ, ഇവിടെ 5 വർഷം ജോലി ചെയ്തിട്ട് എനിക്ക് 10,000 രൂപ ശമ്പളം. അതെനിക്ക് മനസ്സിലാവാത്തേ. സത്യം പറഞ്ഞാൽ നാട്ടിൽ ആശാനോട് പണിക്ക് പോകുമ്പം ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം, പുറത്തൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തേക്ക് വന്നേ. ഇവിടെ വന്നിട്ടാണെങ്കിൽ നിന്നെ കണ്ടതല്ലാതെ വേറൊരു നല്ല കാര്യം എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. ഇനിയിപ്പം ആരെങ്കിലും ശാപമായിരിക്കുമോ? ശാപം കോപ്പാണ്. എടാ, നീ അടുത്ത പരിപാടി നോക്ക്. ഈ കമ്പനി പൂട്ടിയാൽ നീ ജീവിക്കില്ലേ? നമ്മൾ ജീവിക്കില്ലേ?
നീ ഈ സിനിമയെല്ലാം കണ്ടിട്ടില്ലേ? നല്ലതെപ്പോഴും ലാസ്റ്റിലേ സംഭവിക്കൂ. എടി ചാകുമ്പോൾ സംഭവിച്ചിട്ട് എന്തിനാടി? ഇവിടെ ഒന്നും ശരിയാവുന്നില്ലല്ലോ, എല്ലാം ശീലാവുന്നല്ലേ ഉള്ളൂ. എടാ, നിനക്കൊരു പണി അറിയാവുന്നതല്ലേ, അത് ചെയ്താൽ പോരെ? ഞാനും അതിനെ ആലോചിക്കണേ, പക്ഷേ അതിന് കുറച്ച് ടൂൾസൊക്കെ മേടിക്കണം. കയ്യിൽ പൈസ ഉണ്ടോ? പൈസയോ? ഇനി വീണ് കിട്ടി വല്ല ലോട്ടറി അടിക്കേണ്ടി വരും, എന്നാലേ ഉള്ളൂ. അല്ല, നീ എന്താ ഉദ്ദേശിക്കണേ? നീ ഇത് വെക്ക്. എടി ഇതൊന്നും വേണ്ട, നീ വെച്ചേ. എടാ, കാര്യം നടക്കട്ടെ. പിന്നെ ഇത് വിൽക്കണ്ട, പണയം വെച്ചാൽ മതി. അമ്മയുടെയാ, പിന്നെ തിരിച്ചെടുത്ത് തരണം. അപ്പോൾ അപ്പം നീ എന്ത് ചെയ്യും? എടാ, നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ദൈവം ഈ റോൾഡ് ഗോൾഡ് കടകളൊക്കെ സൃഷ്ടിച്ചേക്കുന്നത്. നീ വാ, ഒരെണ്ണം സെലക്ട് ചെയ്യ്, വാങ്ങി തന്നിട്ട് പോയാൽ മതി.